ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റിയായ ഒരു മീൻകറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. തേങ്ങ അരച്ച് കുടംപുളിയൊക്കെ ഇട്ട് തയ്യാറാക്കിയ അയില മീൻകറിയാണ്. ചോറിനും ചപ്പാത്തിക്കുമൊക്കെ ഒരുപോലെ കോമ്പിനേഷനായ ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അയിലമീൻ കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയില നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കുറച്ച് ഉപ്പും മുളകും ഒക്കെ പുരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വയ്ക്കാം. ഇത് ഒരു ഏകദേശം ഒരു 500 ഗ്രാം വരും. 5 അയിലയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അളവിൽ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ ഉള്ളി ഒരു 10-12 എണ്ണം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ അളവിൽ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ അളവിൽ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ അളവിലുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ഞാനിവിടെ. അതിനുശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അരച്ചിട്ട് വരാം. ഈ ഒരു പരുവത്തിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൺചട്ടിയിലേക്കാക്കി നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇതിനു മുമ്പും അയില മീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പല വിധത്തിൽ. അപ്പോഴേ അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കണേ. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് തിളച്ച് വറ്റുന്നതാണ്. അപ്പോഴേ നമുക്ക് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇത് തിളച്ച് വരട്ടെ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഇനി ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. നേരത്തെ കുതിർത്ത് വെച്ച കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 7-8 പീസ് കുടംപുളി ഞാനിപ്പോൾ ചെറുതായിട്ട് കീറിയ കുടംപുളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളത്തോടെ ചേർത്ത് കൊടുത്തതാണ്. നന്നായിട്ടൊന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. കറി തിളച്ച് വന്നിട്ടുണ്ട്. ഈ കറിയിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ എരിവില്ലാത്ത പച്ചമുളക് 2 എണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറി 2 മിനിറ്റ് സമയം കിടന്നൊന്ന് തിളച്ച് ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഈ മീൻ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പതുക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് 7-8 മിനിറ്റ് സമയം നമുക്കിത് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഈ കറിക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലേക്കാണ് വെച്ച് കൊടുത്തത്. തിളച്ച ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് കൊടുക്കുകയാണ്. മീഡിയത്തിലേക്ക് ആക്കി അടച്ച് വയ്ക്കുകയാണ്. ഇനി നമുക്കിത് 8 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. 8 മിനിറ്റ് സമയം കഴിഞ്ഞ് നമുക്കിനി ഇതിൻ്റെ അടപ്പം തുറന്ന് നോക്കാം. കറിയൊക്കെ വെന്ത് കുറുകി നല്ലതുപോലെ ചാറൊക്കെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് താളിച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അയില മീൻ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.